അറുത്ത് മുറിച്ച് പറയുകയാണെങ്കിൽ ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരയ്ക്കാൻ വെച്ച തേങ്ങയും മൂഞ്ചി, പടം കാണുന്ന ഞാനും മൂഞ്ചി. പടമാണെന്ന് പോലും പറയാൻ പറ്റൂല, അങ്ങമാതിരി ഒരു ഫ്ലോപ്പ് പടം. ബാക്കി എല്ലാവരും കൊള്ളായിരുന്നു. നായക നടൻ ഭയങ്കര ഒരു മിസ്കാസ്റ്റ് ആയിപ്പോയി. ഇവിടെ പെർഫോമൻസ് വളരെ മോശമാണ്. കാണേണ്ട ഒരു പടം തന്നെ. ഹിന്ദുക്കൾക്ക് മാക്സിമം ഇഷ്ടപ്പെടും. നടന്ന ഒരു സംഭവം അല്ല, ബോറില്ല. പടം നല്ല പടം തന്നെ. 3 മണിക്കൂർ 1 സെക്കൻഡ് പോലും ബോറില്ല. പടം നല്ല പടം തന്നെ. മറ്റേ പ്രഭാസിൻ്റെ റോള്, മോഹൻലാൽ പറഞ്ഞ റോളെല്ലാം കൊല്ലാം. മറ്റേ മെയിൻ നായകൻ്റെ റോള് കിടിലമായി. പടം കാണാം, നല്ല പടം. 3 മണിക്ക് കുഴപ്പമില്ല. വിജയമൊക്കെ നന്നായിട്ടുണ്ട്. കുഴപ്പമില്ല. ലാലേട്ടൻ കുഴപ്പമില്ല, കുറച്ചേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല, കൊള്ളാം, കണ്ടിരിക്കുക. ചേട്ടാ ഇപ്പം എന്താ പറയുക, മോഹൻലാലും പ്രവാസവും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നിൽക്കാം, അത്ര തന്നെ. അല്ലാതെ ലാഗാണ്. പിന്നെ അയാളെന്നെ മറ്റേ വിഷ്ണുല്ലേ, അയാളെന്നെ എഴുതി അയാളെന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കുറവുണ്ട്. അയാൾ അതുകൊണ്ട് മെയിനായിട്ടാണ് അഭിനയിക്കാൻ ഭയങ്കര ബോറാണ്. ആവശ്യമുണ്ട് മറ്റേ കാളഹസ്തി ക്ഷേത്രത്തിൻ്റെ ആവശ്യം. പക്ഷേ വേറൊരാളെ ആരെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു, അടിപൊളി പടമായിരുന്നു. പടം വൺ ടൈം വാച്ചബിളാണ്, അല്ലാതെ ഒന്നും അങ്ങനെ പറയാനായിട്ടില്ല. ലാലേട്ടൻ്റെ എൻട്രി കൊള്ളാം, VFX ഒക്കെ ശോകമാണ്, സ്റ്റോറി ലൈൻ കൊള്ളാം. പക്ഷേ അത് എടുത്ത രീതി ചില സമയത്തൊക്കെ ഭയങ്കര ലാഗായിട്ടാണ് തോന്നിയത്. ഭയങ്കര ലാഗാണ്. ക്ലൈമാക്സ് കുഴപ്പമില്ല, കൊള്ളുവില്ല എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഒന്നുമില്ല പടത്തിൽ പറയാനായിട്ടൊന്നുമില്ല കേട്ടോ. കൊള്ളുവില്ലെന്ന് പറയാനും ഒന്നുമില്ല, കൊള്ളാന്ന് പറയാനും ഒന്നുമില്ല. ഒരു പടമാണെന്ന് പോലും പറയാൻ പറ്റൂല, അങ്ങമാതിരി ഒരു ഫ്ലോപ്പ് പടം, അത്രേ ഉള്ളൂ. ശോകമാണ് കേട്ടോ. 3 മണിക്കൂറൊന്നും 4 മണിക്കൂർ 5 മണിക്കൂറായിട്ട് തോന്നണം. വലിയ ഇതില്ല, ഗുണമില്ല. അവർ വേണ്ടായിരുന്നു പടത്തിൽ. വെറുതെ ലാലേട്ടൻ നല്ലൊരു രീതിക്ക് പോയിക്കൊണ്ടിരുന്ന് ഈ സിനിമയെ വന്ന് ഒരുമാതിരി കൊളാക്കി കളഞ്ഞു. വേണ്ടായിരുന്നു. കുഴപ്പമില്ല ബ്രോ, ഒരു ആവറേജ് ഫീലാണ്. ആക്ച്വലി എന്താ പറയുക, കുറേ മിസ്കാസ്റ്റുകളുണ്ട്. ആക്ച്വലി എന്താ പറയുക, നായകൻ നടൻ വിഷ്ണു മഞ്ജു തന്നെ വളരെ നെഗറ്റീവ് ഒരു പുള്ളിയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. കാരണം പുള്ളിയുടെ ഫേസിലൊരു എക്സ്പ്രഷൻ വരുന്നില്ല. മാത്രമല്ല ഡയലോഗ്സ് ആയിരുന്നാലും മലയാളത്തിൽ ഡബ് ചെയ്ത് വരുന്ന ഭയങ്കര ഒരുമാതിരി ഒക്വേർഡായിട്ടുള്ള ഡയലോഗ്സാണ് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല കുറേ ആവശ്യമില്ലാണ്ട് തെലുങ്ക് പടമായതുകൊണ്ട് ആവശ്യമില്ലാണ്ട് റൊമാൻറ്റിക് കുറേ ക്രിഞ്ച് സീൻസ് ഉണ്ട്. വളരെ നെഗറ്റീവ് ആയിട്ട് അത് കൊണ്ടുപോകുന്നുണ്ട്. അത് ഒരുപാട് ട്രിം ചെയ്ത് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പടം ബെറ്റർ ആയതന്നെ. പിന്നെ ലാലേട്ടൻ വരുമ്പോഴും പ്രഭാസ് വരുമ്പോഴാണ് തിയേറ്റർ ഓണാകുന്നത്. ലാലേട്ടൻ്റെ റോൾ വളരെ ചെറുതായിപ്പോയി. ആ ഒരു വിഷമേ ഉള്ളൂ. ഞാനൊരു ലാലേട്ടൻ ഫാനാണ്. ലാലേട്ടനെ കാണാൻ വേണ്ടി മാത്രമാണ് ഈ പടം രാവിലെ തന്നെ വന്ന് ഷോ കണ്ടത്. പക്ഷേ ലാലേട്ടൻ്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ്. പക്ഷേ കുഞ്ഞു റോളാണ്. പ്രഭാസും അടിപൊളിയായിട്ടുണ്ട്. 3 മണിക്കൂർ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചില സീൻസ് നമുക്ക് നന്നായിട്ട് തന്നെ എൻഗേജ്ഡ് വന്നെങ്കിലും ഈ ചില സീൻസ് ആവശ്യമില്ലാണ്ട് ഈ റൊമാൻറ്റിക് സീന് ചുമ്മാ ക്രിഞ്ച് ആവശ്യമില്ലാണ്ട് വലിച്ച് നീട്ടി അത് ഈ പടത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇത് പോയി, സോള് പോയി, പടത്തിൻ്റെ സോള് പോയി. ബാക്കി എല്ലാവരും കൊള്ളായിരുന്നു. നായക നടൻ ഭയങ്കര ഒരു മിസ്കാസ്റ്റ് ആയിപ്പോയി. ഇവിടെ പെർഫോമൻസ് വളരെ മോശമാണ്. പടം ഒരു എന്താണ്, നമുക്കിപ്പോൾ ആ സിനിമ കൊള്ളാമെന്ന് വെച്ചാൽ അതൊരു ടിപ്പിക്കൽ തെലുങ്ക് മൂവി. ആ ഒരു തെലുങ്ക് മൂവിയുടെ ആ ഒരു വൈബിൽ, ആ ഒരു വൈബ്രൻസിൽ കാണാൻ പറ്റിയ ഒരു പടമായിരുന്നു. പക്ഷേ അതിലും ഈ സിനിമ കാണാനുള്ള പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്. പക്ഷേ ലാലേട്ടൻ്റെ റോള് ഒന്നും പറയാനില്ല, ഗംഭീരമായിരുന്നു. ലാലേട്ടൻ്റെ ആ ഒരു ഇൻ്റർവെൽ പഞ്ചിലാണ് ലാലേട്ടൻ ആ പ്ലേസ് ചെയ്ത രീതിയും. പിന്നെ അതേപോലെ തന്നെ തെലുങ്ക് സംവിധായകരും തെലുങ്ക് ഓഡിയൻസിന് ലാലേട്ടന് നല്ലൊരു വില കൊടുക്കുന്നുണ്ട്. അത് ജനതാ ഗാരേജ് കണ്ടപ്പോഴും ഇത് കണ്ടപ്പോഴും മനസ്സിലായി. 3 മണിക്ക് അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ടിപ്പിക്കൽ തെലുങ്ക് പടമാണ്. അത് ആ ഒരു ടിപ്പിക്കൽ തെലുങ്ക് പടം എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ എങ്ങനെയാണ് എന്താണ് പറയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ അത് ആ ഒരു ടൈപ്പ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ളൊരു പടമാണ്. അതൊന്ന് വർക്കാവോ ഇല്ല എന്നുള്ളത് അത് ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ലാലേട്ടൻ എന്താണ്, ലാലേട്ടൻ ഒരിക്കലും കഥാപാത്രത്തിൻ്റെ ഇത് നോക്കിയോ അല്ലെങ്കിൽ കഥാപാത്രത്തിൻ്റെ അല്ലെങ്കിൽ ക്യാരക്ടർ നോക്കിയോ അദ്ദേഹത്തിന് എങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ അഭിനയ പ്രാധാന്യം നോക്കി അഭിനയിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അത് എനിക്ക് കുറ്റമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ കുഴപ്പമില്ല, നല്ല പടമായിരുന്നു. മലയാളികൾ ഏറ്റെടുക്കുമെന്ന് വെച്ചാൽ അതിൽ ഞാൻ പറയാം, ഇത് എന്താണ്, ഈ സിനിമ എന്ന് പറയുന്നത്, ഈ സിനിമയുടെ തീം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഭക്തി അല്ലെങ്കിൽ ഒരു നിരീശ്വരവാദിയുടെ ഭക്തി ലെവലിലോട്ട് ട്രാൻസിഷൻ ചെയ്യുന്ന രീതിയിലുള്ളൊരു പടമാണ്. അപ്പോൾ അത് കാളഹസ്തിയും കാളഹസ്തിയും തിരുപ്പതിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള അവർക്ക് ആന്ധ്ര തെലുങ്കാന ആ ഒരു ഓഡിയൻസ് അവർക്ക് കണക്ട് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ ആകുമെന്നുള്ളത് അത് അവിടുത്തെ ഓഡിയൻസിൻ്റെ അവരെ രീതി അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ അത് വർക്കാകുമെന്ന് വെച്ചാൽ എനിക്ക് പ്രയാസമാണ്, അറിഞ്ഞൂടാ എങ്ങനെയാണെന്നുള്ളത്. കണ്ടിരിക്കാം, ഒരു ടിപ്പിക്കൽ തെലുങ്ക് മൂവി, ദാറ്റ്സ് അത്ര. ബ്രോ ഒരു പ്രതീക്ഷയില്ലാതെ വന്നതാണ്. പ്രതീക്ഷയില്ലാതെ ആ പ്രതീക്ഷ നശിച്ചതിനാണ് വന്നത്. ഞാനൊരു ഭക്തനൊക്കെയാണ്. ഞാൻ ഈ പടം കണ്ടപ്പോൾ പടത്തിൻ്റെ കുറവുകളാണ് ഞാൻ പറഞ്ഞത്. ഒരു പ്രേക്ഷകൻ നിലയ്ക്ക് ഞാൻ ഉള്ള കാര്യം വെട്ടി തുറന്ന് ഞാൻ പറയും. നായകനെ കണ്ടപ്പോൾ എനിക്ക് പാവം തോന്നി ചേട്ടാ. സത്യം പറയാം, നായകനെ കണ്ടപ്പോൾ ഒരു പാവമാണെന്ന് തോന്നുന്നു. ഈ പടം തുടങ്ങിയപ്പോൾ തന്നെ ഫസ്റ്റ് ഹാഫ് തന്നെ ആ ഫ്രണ്ടിരുന്നവരും ബാക്കിയിരുന്നവരൊക്കെ ഇരുന്ന് ഭയങ്കര ചിരിയായിരുന്നു. ആ ചിരിക്കാൻ കാര്യം എന്നറിയാമോ, ഈ റൊമാൻസ് പറയുമ്പോൾ തന്നെ, ഈ നായകൻ റൊമാൻസ് പറയുമ്പോൾ തന്നെ കോമഡി. അതായത് നായകൻ്റെ സൗണ്ട് ഒരു കൊച്ചുപ്രാമൻ്റെ സൗണ്ട് അങ്ങനെ അയ്യോ എന്തിരപ്പി എന്തിരി ഇത് കണക്കത്തൊരു സൗണ്ട് പോലെ ആയിപ്പോയി. ഒരു ഗംഭീരമില്ല, ശബ്ദ ഗാംഭീര്യമില്ല നായകന്. അതാണ് ഏറ്റവും വലിയ കുറവെന്ന് പറയുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് പ്രഭാസ് ലാലേട്ടൻ വന്ന് ഒരു ചെറിയൊരു സംഭവം ചെയ്തു, കുഴപ്പമില്ല. പ്രഭാസ് കുറച്ച് സംഭവത്തിലുണ്ടായിരുന്നു. പ്രഭാസിൻ്റെ സൗണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ശബ്ദ ഗാംഭീര്യം കാര്യങ്ങളൊക്കെയാണ്. ആ തിയേറ്ററിൽ നല്ല ബിൽഡപ്പാണ്. നമ്മളെ എന്തോന്നറിയാം ഈ പടത്തിൽ ഡബ് ചെയ്ത് വെച്ചിരിക്കുന്നത്, ഒരു വാകയ്ക്കും കൊള്ളൂല ഡബ് ചെയ്ത് വെച്ചിരിക്കണം. എനിക്ക് തോന്നുന്നു നടന്ന് കോമഡിയാക്കിയാണ് വെച്ചിരിക്കുന്നത്. എല്ലാവരും ചിരിച്ച്. റൊമാൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നടിയാണെങ്കിൽ ഇങ്ങനെ
അമ്പുടാനായിട്ട് നിൽക്കുമ്പോൾ ഈ നടൻ വരും കേട്ടോ. നായിക വന്നിട്ട് നീ അങ്ങോട്ട് നോക്ക്, അതായത് ആ പുളിമരം നിൽക്കണ്, അല്ലെങ്കിൽ ആ തേങ്ങാക്കൊലകൾ ആറാണ്, ആ 3 തേങ്ങ നിൽക്കണമെങ്കിൽ ആ ഒരു നടുക്കത്തെ തേങ്ങയിൽ എങ്ങനെ തുറന്നു അത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വിടുമ്പോഴത്തേക്ക് ഒരു കൊല മൊത്തം വീഴും. അതാണ് ഏറ്റവും കോമഡി പടത്തിൽ. അത് പാവം കേട്ടോ, എനിക്ക് അവനെ കുറ്റം പറയാൻ തോന്നണ. പിന്നെ അക്ഷയ് കുമാർ ശിവനായിട്ട് വന്നിരിക്കുന്ന അക്ഷയ് കുമാറാണ്. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ശിവപുരാണം നമുക്കറിയാമെങ്കിൽ നമുക്കിതിൻ്റെ സ്റ്റോറി എന്താണെന്ന് നമുക്ക് കറക്റ്റ് മനസ്സിലാവും. കിരാതൻ എന്ന് പറയുമ്പോൾ കാട്ടാളൻ എന്നാണ്. അപ്പോൾ ഈ കിരാതൻ്റെ ഒരു ക്യാരക്ടറാണ്. കിരാതന് ലാലേട്ടന് ചേർന്നത് കാട്ടാളൻ്റെ വേഷം അത് ചെയ്തപ്പോഴത്തേക്ക് കിരാതൻ്റെ വേഷത്തിൽ കാട്ടാളനായിട്ട് ശിവൻ്റെ ഒരു അംശമായിട്ട് ലാലേട്ടൻ വന്നു. ലാലേട്ടൻ്റെ കാര്യം ചെയ്ത് ലാലേട്ടൻ പോയി. പ്രഭാസ് അടുത്ത രുദ്രൻ എന്നുള്ള ഒരു ക്യാരക്ടർ ചെയ്യാനായിട്ട് വന്നു, ശിവൻ്റെ ഒരു അംശമായിട്ട് വന്നു. പ്രഭാസും ലാലേട്ടൻ ഉള്ളതുകൊണ്ടാണ് കുറച്ചെങ്കിലും നമ്മൾ പടം ഇമോഷണലായിട്ട് നമ്മൾ ഇരുന്നത്. ലാസ്റ്റൊക്കെ ചെറുക്കത്തി നല്ല രീതിയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്, പക്ഷേ അതിൻ്റെ മുഖം കാണുമ്പം എനിക്കൊരു പാവം തോന്നുന്നു. വമ്പ കോടീശ്വരനൊക്കെയാണ്, ഒരു പ്രേക്ഷകനെന്നൊക്കെ എനിക്ക് പറയണ്ടേ. പക്ഷേ ഈ ഡബ് ചെയ്ത യാദവനാണെന്ന് കൊള്ളാൻ കേട്ടോ, കൊച്ചു പറയാൻ ആയിപ്പോയി, അവൻ വെറും മോശമായി പോയി. 3 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഈ ഡബ്ബിങ് തന്നെ നമ്മൾ കണ്ട് കോമഡി ആയിരുന്നു, എല്ലാവരും ചിരിയായിരുന്നു തിയേറ്ററിനകത്തിരുന്ന്. അത് തന്നെ നമുക്ക് ഒരു 1.5 മണിക്കൂർ അങ്ങനെ പിടിച്ചേറ്റാൻ പറ്റില്ല. ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഇറങ്ങണമെന്നൊക്കെ ഉണ്ട്. പടം കണ്ടവരൊക്കെ ആകെപ്പാടെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ശിവപുരാണം തന്നെയാണ്. പിന്നെ എന്ത് പറയാൻ, അറുത്ത് മുറിച്ച് പറയുകയാണെങ്കിൽ ഉപ്പും മൂഞ്ചി, മുളകും മൂഞ്ചി, അരയ്ക്കാൻ വെച്ച തേങ്ങയും മൂഞ്ചി, പടം കാണുമ്പോൾ ഞാനും മൂഞ്ചി, അല്ല എന്ത് പറയാൻ.